ചില പരിഷ്കാരിയാന്ന് തോന്നുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്, നല്ല വെയിലുള്ള ദിവസമാണ്. വീട്ടിലിരുന്നെങ്കിലും മടുത്തപ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചപ്പോഴാണ് കോണി ഐലൻഡ് എന്നൊരു ഐലൻഡിനെ കുറിച്ച് നമുക്ക് മനസ്സിലായത്. അപ്പോൾ എന്തായാലും വീട്ടിലിരുന്നെങ്കിലും മടുത്തു. എന്നാൽ രാവിലെ പോകാൻ നിർത്തപ്പോൾ രാവിലെ നല്ല മഴ. അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് റൈഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്ന സ്ഥലം പുങ്കോൾ സെറ്റിൽമെൻ്റ് ആണ്. പുങ്കോൾ സെറ്റിൽമെൻ്റ് എന്ന സ്ഥലമാണ്. ഇച്ചിരി അതായത് മലേഷ്യയുടെ ഒരു അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നടക്കണം. ഇവിടെ വരാൻ നമുക്ക് ബസ്സുണ്ട്. ആക്ച്വലി നമുക്കിവിടെ ഒരു MRT, പുങ്കോളിൽ MRT വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് നേരിട്ടൊരു ബസ്സുണ്ട്. 84 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താം. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. സ്ഥലം ഇതുവരെ വരാത്തതുകൊണ്ട് അവിടെ നിന്ന് പോയി നോക്കണം. നമ്മൾ പുങ്കോൾ സെറ്റിൽമെൻറ്റിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് വരുമ്പോൾ പാസർഗുഡാങ്, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പാസർഗുഡാങ്ങാണ്. അതായത് ഓയിൽ റിഫൈനറിയൊക്കെ ഉള്ള, അത് മലേഷ്യയുടെ ഭാഗമാണ്. ആക്ച്വലി കാണുന്നത് മലേഷ്യയാണ്. അതിൽ നിന്ന് കുറച്ച് നമ്മൾ ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഐലൻഡ് കാണാം. ഈ ഐലൻഡ് ആണ് നമ്മുടെ പുലാവ് ബിൻ ഐലൻഡ് നമ്മുടെ സിംഗപ്പൂരിൻ്റെ ഭാഗമാണ്. നമ്മളൊരു 6 കിലോമീറ്ററോളം നടന്നിട്ടാണ് നമ്മളിവിടെ ഇതിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. നല്ല വെയിലാണ്. ഇവിടെ വരുന്നവർ പ്രത്യേക കൂളിംഗ് ഗ്ലാസ്, പിന്നെ വെള്ളം എന്തും നിർബന്ധമായിട്ട് കരുതിയിരിക്കണം. പിന്നെ ലോങ് സ്ലീവ് പാൻറ്റൊക്കെ ആണെന്ന് വെച്ചാൽ നല്ലതായിരിക്കും. ഫ്ലൈസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പുറകെ കാണുന്നതാണ് നമ്മുടെ ഈ ഐലൻഡ്. ഏകദേശം 250 ഏക്കറോളം വലിപ്പമൊരു കുഞ്ഞ് ഐലൻഡാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ താമസക്കാരൊന്നുമില്ല. ഇങ്ങനെ പകൽ മാത്രം. രാവിലെ 7 മണിക്ക് തുറക്കും, വൈകിട്ട് 7 മണിക്ക് അടയ്ക്കും. അപ്പോൾ അതിനുള്ളിൽ നമ്മളെന്തായാലും പുറത്ത് പോകണം. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിലേക്കാണ് നമുക്ക് ഇതിലേക്ക് കടക്കാൻ പറ്റുന്നത്. ഇതാണ് വെസ്റ്റ് എൻട്രൻസ്. അപ്പോൾ ഇതിൽ പുറകെ കാണുന്നതാണ് നമ്മുടെ സിംഗപ്പൂർ മെയിൻലാൻഡ്. ഒത്തിരി കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. ഒത്തിരി ഫ്ലാറ്റുകൾ അവിടെ വീണ്ടും പണിയുന്നുണ്ട്. അപ്പോൾ നല്ല വ്യൂ ഒക്കെ ആയിരിക്കും അവിടെ ഫ്ലാറ്റ് വാങ്ങുന്നവർക്കൊക്കെ. നല്ല കാറ്റ്, നല്ല ഒരു ക്ലൈമറ്റ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എൻട്രൻസിലേക്ക് കയറി. അവിടെ നല്ല കാറ്റായതുകൊണ്ട് നല്ല രസമുണ്ട്. കുറച്ച് നേരം അവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇച്ചിരി വൈകിട്ടൊക്കെ ആണെങ്കിൽ ഇരിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ശ്രദ്ധിക്കണം, ഫിഷിംഗ് ഒന്നും പാടില്ല, ഫീഡിങ് എലിമെൻറ്റ്സ് ഇതൊന്നും ചെയ്യരുത്. നമ്മുടെ നിയമമൊക്കെ കറക്ഷനുമായിട്ട് പാലിച്ച് വേണം നമ്മളിത് ചെയ്യാൻ. കാരണം പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ ഇതൊരു നല്ലൊരു വളരെ നീറ്റായിട്ട് തന്നെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിലിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാകരുത്. ഇതാണ് നമ്മുടെ ഐലൻഡിൻ്റെ ഒരു മാപ്പ്. അപ്പോൾ ഇതിൽ നമ്മുടെ ടോയ്ലറ്റ്, ഷെൽട്ടർ, സൈക്കിൾ പോകാനുള്ള വഴി ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ ഇനി വഴി തെറ്റി പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ലിറ്ററിങ്, സ്മോക്കിങ് പാടില്ല, ഒത്തിരി ഫീഡിങ് പാടില്ല, ഫിഷിങ് പാടില്ല, അതുപോലെ ഫയർ, ക്യാമ്പിങ്, പ്രത്യേകിച്ച് ഫ്ലാഷ് ഫോട്ടോഗ്രാഫി, മൃഗങ്ങളെ കാണുമ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യരുത്. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അങ്ങോട്ട് കയറി പോകുമ്പോൾ. എനിക്കൊന്ന് കൂടുതലും കാറ്റാടി മരങ്ങളാണെന്ന് തോന്നുന്നു. അതെ, കാറ്റാടി, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളല്ലേ ഈ കാറ്റാടി മരങ്ങൾ, അതാണ് കൂടുതലായിട്ടും കാണുന്നത്. നല്ല രസമുണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ. വെയിലൊക്കെ നല്ല കുറവുണ്ട്. നമ്മൾ ആദ്യം കണ്ട മരത്തിൻ്റെ ഡീറ്റെയിൽസ് വരെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എന്ത് ടൈപ്പ് മരമാണ്, എവിടെ നിന്നാണ് വന്നത്, ഇന്ത്യ ടു വെസ്റ്റ് പസഫിക്, കാസർഗോഡിനെയാണ്. കാസർഗോഡ് നമ്മുടെ ഇത് തന്നെയാണ്, നമ്മുടെ ഞാൻ പറഞ്ഞില്ല കാറ്റാടി മരം തന്നെയാണ്. ഒരു ചീവീടിൻ്റെ ശബ്ദം കേട്ടോ, ചീവീടോ എന്തോ പ്രാണിയുടെയൊക്കെ ശബ്ദമൊക്കെ ഉണ്ട്. കുറേ നടന്നു. ഇനി എത്ര ദൂരം നടക്കണമെന്ന് അറിയില്ല. ഞാൻ എന്തായാലും ഇത് വെച്ചിട്ടുണ്ട്, ഡിസ്റ്റൻസ് കാൽക്കുലേറ്റർ വെച്ചിട്ടുണ്ട്. എത്ര ദൂരം നടക്കാൻ ഒരു 2-3 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്രയും നടന്ന് പോകാം. അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരൊക്കെ ഉണ്ട്.
ഇതുവരെ മൃഗങ്ങളെയൊന്നും കണ്ടില്ല. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കുരങ്ങുകളുണ്ട്, പിന്നെ നമ്മുടെ ഈ നീർനായനെ ഇടയ്ക്ക് കാണാറുണ്ട്. അത് നമ്മുടെ ബീച്ച് സൈഡിലായിരിക്കും. അത് കൂടാതെ 80 സ്പീഷ്യസ് പക്ഷികളുണ്ടെന്നാണ് ഇവർ കണ്ടെത്തിയേക്കണേ. പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതൊരു സീറോ എനർജി ഐലൻഡാണ്. അത് പ്രത്യേകം എടുത്ത് പറയണം. അതായത് യാതൊരു ഇലക്ട്രിക് ലൈനോ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ഒന്നും ഇവിടെ വരുന്നില്ല. ഫുള്ള് ആകെപ്പാടെ ടോയ്ലറ്റിനൊക്കെ വേണ്ടി ഞാൻ കണ്ടത് സോളാർ വെച്ചിട്ടുള്ള ലൈറ്റ്, അത് പകലിപ്പോൾ ആവശ്യമില്ല. പിന്നെ അതുകൂടാതെ അവർ വെള്ളമാണെങ്കിലും മഴവെള്ളം ശേഖരിച്ചിട്ട് അതുപോലെ തന്നെ ടോയ്ലറ്റിലേക്ക് വിടുന്ന പരിപാടിയാണ്. അപ്പോൾ സീറോ എനർജിയാണ് ഈ ഐലൻഡ്. സീറോ എനർജി ഐലൻഡ് നിങ്ങളുടെ നമുക്ക് വേണ്ടി ഇതിന് പറയാം. ഇവിടെ ചാടുന്ന മരങ്ങൾ, തന്നെ മറിഞ്ഞു വീഴുന്ന മരങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഈ ഷെൽട്ടറും പിന്നെ ആദ്യം പറഞ്ഞ ബെഞ്ച്, ഇരിക്കാനുള്ള ഇടയ്ക്ക് ബെഞ്ചുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ നെയിം ബോർഡ് വരെയും ആ മരങ്ങൾ വെച്ചിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഫുള്ള് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ചിത്രശലഭങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണാം. സൈക്കിൾ പാട്ടൊക്കെ വെച്ചാണ് ചിലർ പോകുന്നത്. അങ്ങനെ വയ്ക്കാൻ പാടില്ല എന്നൊക്കെ ബോർഡുണ്ട്. എന്നാലും ചിലരുടെ ഒരു സന്തോഷം. രണ്ടവന്മാർ കൂടി അവിടെ ഇരുന്ന് ഫുഡ് അടിക്കുകയാണ്. എവിടെ നിന്ന് പഴം ആദ്യം കൊടുത്തതാണോ അതോ വേസ്റ്റിൽ നിന്ന് കിട്ടിയതാണെന്ന് അറിയില്ല. പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ട്. ഇതെനിക്ക് തന്നെ ഈ ബീച്ചിൽ നിന്നൊക്കെ പറക്കി ഇവിടെ നമ്മുടെ ക്ലീനേഴ്സ് ഉണ്ട്, അവർ സൂക്ഷിച്ച് വെച്ചാൽ. പക്ഷേ കണ്ടോ പ്ലാസ്റ്റിക് കടിക്കുന്നുണ്ടോ, അതിൻ്റെ അകത്ത് എന്തോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. ഓ, അതിൻ്റെ അകത്തുണ്ട്, സ്നിക്കേഴ്സ് ഉണ്ട്. സ്നിക്കേഴ്സ്, ആ ഒരു ഫുൾ പാക്കറ്റ് സ്നിക്കേഴ്സ് ഉണ്ട്. അവനത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അയ്യോ, ഫുൾ പാക്കറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒത്തിരി ഉണ്ട്. അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം എഴുന്നേറ്റ് നോക്കുന്നുണ്ട്. വേറൊരുത്തനാണെങ്കിൽ ഇച്ചിരി സ്കെയറി ആയിട്ടാണ് നമ്മൾ നോക്കണേ. ശരിക്കും പ്ലാസ്റ്റിക് അത് കടിച്ച് തിന്നു കഴിഞ്ഞാൽ വലിയ അവസ്ഥയാണ്. അത് കടിക്കുന്നുണ്ട് കണ്ടോ. അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് കൊടുക്കുന്നത്. അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അതിലൊരുത്തും ഭയങ്കര വില്ലനാണ്. കുറേ നേരമായിട്ട് നോക്കുന്നു. അവിടെ പഴമൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ അത് കഴിക്കുന്നില്ല. സ്നിക്കേഴ്സാണ്. ഇച്ചിരി പരിഷ്കാരിയാന്ന് തോന്നണം. എന്തായാലും വൃത്തിയായിട്ട് കടിക്കുന്നുണ്ട്. ആടാ, അത് കടിക്കുന്നു. സ്നിക്കേഴ്സ് എടുത്തു, അത് പൊട്ടിച്ച് തിന്നുന്നു. അത് കൃത്യമായിട്ട് പൊട്ടിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം പഴത്തിനേക്കാളും കൂടുതൽ സ്നിക്കേഴ്സാണ് തിന്നുന്നത്. സിംഗപ്പൂർ മങ്കി ആയതുകൊണ്ടായിരിക്കാം, എന്ത് ചെയ്യാനാ. പക്ഷേ ഒരുമാതിരി ആന കരിമീൻകാട്ടി പോലെ ഒത്തിരി സ്നിക്കേഴ്സ് ഉണ്ട്. അത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് ഇത് അടുത്ത് പൊട്ടിക്കുന്നു. എല്ലാത്തിലും ഒരേ സാധനം തന്നെ അറിയാൻ പാടില്ലെന്ന് തോന്നുന്നു. എന്തായാലും 2 കയ്യിലും വാരി എടുത്തിട്ട് മണ്ണൊക്കെ ആക്കി. അടുത്തും പൊട്ടിക്കും കേട്ടോ. പല്ലുകൊണ്ട് പൊട്ടിക്കുക. പൊട്ടിച്ചൊക്കെയാണ് തിന്നുന്നത്. എങ്ങനെ പഠിച്ചോ ദൈവത്തിനറിയാം. അയ്യോ, അവൻ്റെ മറ്റേ കൂടെ എടുത്തിട്ടുണ്ട്, അവനാണ് നമ്മൾ പേടിപ്പിക്കുന്നത്. എന്തായാലും പൊട്ടിച്ച് തിന്നുന്നുണ്ട്. തിന്നട്ടെ എന്തായാലും. പ്ലാസ്റ്റിക്കൊന്നും തിന്നുന്നില്ല. അവിടെ പൊട്ടിച്ച് കറക്റ്റായിട്ടിട്ട് കൃത്യമായിട്ട് തിന്നുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പഴത്തിനേക്കാളും കൂടെ അതാണ് തിന്നുന്നത്. അപ്പോൾ ഇത് തുടക്കമായിട്ട് ഞാനിവിടെ വന്നിട്ടുമില്ല. അപ്പോൾ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി. ഇത് 2015 നമ്മുടെ സിംഗപ്പൂർ ഗവൺമെൻറ് പബ്ലിക്കിനായിട്ട് തുറന്നു വിട്ടത്. അതിനു മുമ്പ് എനിക്കൊന്ന് ചുമ്മാ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും അതിന് ശേഷം ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ടൂറിസ്റ്റുകളൊന്നും വരാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ടൂർ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കാടും ഇതൊന്നും അല്ല കാണുക. പക്ഷേ ഇവിടെ ജീവിക്കുന്നവർക്കെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു ഫ്ലാറ്റുകളിലും അങ്ങനെ തിങ്ങി നിറഞ്ഞ് ജീവിക്കുമ്പോൾ ഒരു ഇടയ്ക്കൊരു ഫാമിലിയായിട്ടൊരു ഔട്ടിങ്, ഒരു സൈക്ലിങ്ങിനൊക്കെ വരാൻ പറ്റിയൊരു ചെറിയ സ്ഥലം. അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും നമുക്ക് പറയാനില്ല. ഒരു റിലാക്സേഷൻ.
ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ വെള്ളം ഇങ്ങനെ കയറി പോകുന്ന സ്ഥലം. ഇവിടെ ഇങ്ങനെ ഒരു കമ്പൗണ്ട് ഇതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിന് മീൻ കയറാണെന്നറിയില്ല. ഞാൻ ഒരു സാധനം ഇവിടെ ഇങ്ങനെ പൊങ്ങുന്നു കണ്ടു, നീർനായ പോലത്തെ ഒരു സാധനം. പിന്നെ കാണുന്നില്ല. നീർനായ ആയിരിക്കാം, എന്താണോ, എന്തായാലും ഉടുമ്പല്ല. നീർനായ ഇവിടെയൊക്കെ അങ്ങനെ അധികം കാണാറില്ലാത്ത, പക്ഷേ ഇവിടെ ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവർ. കൂടുതൽ പിന്നെ കാണുന്നില്ല. സാധനം കൂട്ടമായിട്ടാണ് വരുന്നത്. അത് ഓരെണ്ണം കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് വരുന്നതാണ്. ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ഇവിടെയും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം മടുത്തിട്ട് ഇരിക്കുകയാണ് കടലിൻ്റെ സൈഡിൽ. വെള്ളം കൊണ്ടുവന്ന് നന്നായി. ഒരു 4 കിലോമീറ്ററോളമായി നമ്മളിപ്പോൾ. അങ്ങേറ്റത്ത് എത്താറായെന്ന് തോന്നുന്നു. ഏരിയ ഡി ആയി തോന്നുന്നു. ഇവിടെ നമ്മുടെ ഇരിക്കാനൊക്കെ ആയിട്ട് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മരങ്ങളിൽ തന്നെയാണ്. ഇവിടെ മറിഞ്ഞു വീഴുന്ന മരങ്ങളൊക്കെ തന്നെ ഇവരിങ്ങനെ വെട്ടി ഇരിക്കാനൊക്കെ ആയിട്ട് സൗകര്യങ്ങൾ ചെയ്തേക്കുക. ഫുള്ളി എക്കോ ഫ്രണ്ട്ലി. കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാം. നമ്മളിപ്പോൾ ഏതാണ്ട് 2-3 മണിക്കൂറായി വന്നിട്ട്. അതിനകത്ത് തൊട്ടടുത്ത് ഇരിക്കാൻ സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടോ, ആ ബെഞ്ചിൽ പോലും നമ്മുടെ 1 മീറ്റർ ഗ്യാപ്പ് വരച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പബ്ലിക് അങ്ങനെ വലിയ തിരക്കുള്ള ഇതൊന്നുമല്ല. പക്ഷെ ഇവിടെ പോലും അവർ കൃത്യമായിട്ട് ഈ കോവിഡ് കാലത്ത് ഒരു ക്രോസ് മാർക്കിംഗ് ഒക്കെ വെച്ചിട്ട് ഗ്യാപ്പ് ഇട്ടിരിക്കാൻ വേണ്ടി സ്ഥലം കൊടുത്താണ്. ശരിക്കും സമ്മതിക്കണം. ഇതിൻ്റെ അങ്ങേറ്റത്ത് ഇത് ശരിക്കും ഞാൻ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു 3 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ബെഞ്ചിൽ പോലും അവർ കൃത്യമായിട്ട് ഇതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങേറ്റത്ത് എത്തിയിരിക്കുന്ന അവസാനം ഇത് വേറൊരു എൻട്രൻസ് ആണ്. ലൊറോങ് ഹാലൂസ് എന്ന സ്ഥലത്തേക്ക് പോകുന്ന എൻട്രൻസ് ആണ്. അപ്പോൾ ഇതുവഴി നമുക്ക് കയറാം. ഞാൻ കയറിയത് അതിൻ്റെ എങ്ങേറ്റത്തുള്ള വേറെ എൻട്രൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇനി അവിടെ വരെ തിരിച്ചു പോകണം. ഇപ്പോൾ നമ്മൾ ഏകദേശം 5 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു ഒരറ്റത്ത് നിന്ന്. ഇനി വീണ്ടും തിരിച്ച് വേറെ വഴിയിലൂടെ നമുക്ക് അങ്ങോട്ട് പോകാൻ നോക്കാം. അങ്ങനെ നമ്മളിവിടെ എത്തുമ്പോൾ ഒരു ടോയ്ലറ്റ് കാണാം, മെയിൽ ഫീമെയിൽ. അപ്പോൾ അതിവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്, എൻവയോൺമെൻറ്റൽ ഇനിഷ്യേറ്റീവ്. അത് ഞാൻ ആദ്യം പറഞ്ഞില്ല, സീറോ എനർജി ഐലൻഡാണ്. അവർ സോളാർ വെച്ചിട്ടാണ് ഈ ടോയ്ലറ്റിൽ ലൈറ്റ്സ് ഒക്കെ പ്രവർത്തിപ്പിക്കുന്നത്. അതുകൂടാതെ ഈ സോളാർ വെച്ചിട്ടാണ് ക്യാമറ, പോലീസ് ക്യാമറ, അതോടൊപ്പം തന്നെ ഈ മരങ്ങളൊക്കെ അവർ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് ബ്രോഡ് വേ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കാട്ടിയുടെ ഉള്ളിലേക്ക് പോയി നോക്കി. അവിടെ ഒരു ബംഗ്ലാവ് ഉണ്ടെന്ന് ഇവിടെ ഒരു പുള്ളി പറഞ്ഞു. നമ്മുടെ മീൻ പിടിക്കുന്ന പുള്ളി പറഞ്ഞു ഇവിടെ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഞാനത് കാട്ടിയുടെ കയറി നോക്കി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കാണാൻ പറ്റിയില്ല. കാരണം വഴിയൊന്നുമില്ല, മതിയായ കാട് മാത്രമേ. എനിക്ക് തന്നെ കുറേ 2-3 വർഷം മുമ്പ് ക്ലോസ് ചെയ്തായിരിക്കും. അതുകൊണ്ടായിരിക്കും കാണാൻ പറ്റാതെ. അതായത് പണ്ട് ഈ ഐലൻഡ് മേടിച്ച ഹൗപ്പാർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ആളുകളുടെയാണ്. ഹൗപ്പാർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ടൈഗർ ബാം അറിയാലോ. ടൈഗർ ബാം ഈ ഹൗപ്പാർ ബ്രദേഴ്സിൻ്റെ അവരുടെ ഫാമിലിയുടെ കമ്പനിയാണ് ഈ ടൈഗർ ബാം. നമ്മൾ ഷെൽട്ടർ മണ്ണിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് മരങ്ങൾ കൊണ്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പിള്ളേർ കളിക്കാനും. അപ്പോൾ നമ്മൾ ആദ്യം വന്ന അതേ എൻട്രൻസിൽ തന്നെ എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. ഒത്തിരി ആൾക്കാർ വൈകിട്ട് 6 മണി 5 മണിയായപ്പോൾ കുറേ കാണും, ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തെത്തിക്കുകയാണ്. പുറത്തെത്തിയപ്പോൾ ശരിക്കും ഡിഫറൻസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ആ ഒരു ചൂടിൻ്റെ ഡിഫറൻസ്. അകത്തുനിന്ന് നല്ല രീതിയിൽ പുറത്ത് ചൂട് കൂടുതലുണ്ട്. കാരണം ആ മരങ്ങളുടെ എണ്ണവും എല്ലാം കുറഞ്ഞു. നല്ല രീതിയിൽ ഇപ്പോഴും വെയിലുണ്ട്. എനിക്ക് 6:30 പക്ഷെ ഒട്ടും ലൈറ്റ് കുറഞ്ഞിട്ടില്ല. നല്ല വെയിലുണ്ട്. പുറത്ത് വരുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവും. ഒരു 5 വർഷത്തിനുള്ളിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ പുങ്കോൾ. ഇപ്പോൾ കാണുന്നില്ലേ, നിറയെ സ്മാർട്ട് സിറ്റി, അതായത് ഡിജിറ്റൽ ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് പുങ്കോൾ ഗവൺമെൻറ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഒരു 2023 ആകുമ്പോഴേക്കും നിറയെ ബിൽഡിംഗ് ഒക്കെ ആയിരിക്കും നമ്മളിപ്പോൾ
ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം. പക്ഷേ അതിൻ്റെ വലതുവശത്ത് കാണുന്ന ആ പുൾ പച്ചപ്പ് കാണുന്ന അതാണ് നമ്മളിപ്പോൾ പോയ ഐലൻഡ്. അപ്പോൾ ഐലൻഡ് അങ്ങനെ തന്നെ സൂക്ഷിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് പുങ്കോൾ സെറ്റിൽമെൻറ്റിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് റിഫ്രഷ് ചെയ്യാൻ ഒത്തിരി റെസ്റ്റോറൻറ്റുകൾ, ബിയർ പാർലറുകൾ, ചെറിയ ബാറുകൾ, കിച്ചൺ ബാറുകൾ, ഷോപ്സ്, കോഫി ഷോപ്സ് എല്ലാം ഉണ്ട്. ഏകദേശം 10 കിലോമീറ്ററാണ് ഇന്ന് നമ്മൾ നടന്നത്. ഞാനത് മെഷർ ചേർന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഏതാണ്ട് 10 കിലോമീറ്ററോളം നമ്മൾ നടന്നു. 700 കാലറി, ഒരു ബിരിയാണി കഴിക്കാനുള്ള കാലറി ബേൺ ചെയ്തിട്ടുണ്ട്. ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് അതിൽ കൂടുതൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. സിംഗപ്പൂരിൽ ഉള്ളവരും ഇവിടെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ വന്ന് നോക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കോണി ഐലൻഡ് വിശേഷങ്ങൾ. പുതിയ പാർക്ക് അല്ലെങ്കിൽ പുതിയ സിംഗപ്പൂർ, മറ്റ് യാത്രാ വിശേഷങ്ങൾ, ഫുഡ് വിശേഷങ്ങൾ, ഇൻഫർമേറ്റീവ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചെത്താം. നിങ്ങളെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി. കാരണം ഇത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീണ്ടും സപ്പോർട്ട് ചെയ്യുക. സൈനിങ് ഓഫ്, ബേസിൽ ബേബി.